ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രശംസവും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ രണ്ടാം സെമി ഫൈനലിനെ കുറിച്ചാണ്. അത്ലറ്റിക്കോ മഡ്രിഡിന്റെ പോരാട്ട വീര്യത്തിന് അവിടെ അങ്ങനെ നിർത്തിയിട്ട് 2-1 വിജയം നേടിയിട്ട് റയൽ മഡ്രിഡ് ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. കളിയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കളിച്ചത് അത്ലറ്റിക്കോ മഡ്രിഡും സിമ്പിളായിട്ട് അവരുടെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ വെച്ച് വിജയിച്ചത് റയൽ മഡ്രിഡുമാണ്. കളി തുടങ്ങി 2-ാം മിനിറ്റിനുള്ളിൽ ഒരു കിഡിലൻ ഫ്രീ കിക്കിലൂടെ എമ്മാതിരി ഫ്രീ കിക്കാണ് മോനെ. റോബർട്ടോ കാർലോസ് ഒക്കെ പണ്ടടിച്ച ആ ഒരു ഫ്രീ കിക്കിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഫ്രീ കിക്ക് കയറി വന്ന് വാൽവേർഡയുടെ ആ ഷോട്ട് തടുക്കാൻ ഒബ്ലാക്കിന്റെ കൈകളുടെ കരുത്ത് പോരായിരുന്നു. കയ്യിൽ ടച്ച് ചെയ്തിട്ടാണ് ആ ഗോൾ പോസ്റ്റിനുള്ളിലേക്ക് കയറി പോകുന്നത്. ആ ഷോട്ട് ഒബ്ലാക്കിന്റെ കൈയെയും മറികടന്ന് വല തുളഞ്ഞ് പുറത്തു പോകുന്നവരെ സംശയിച്ചിട്ടുണ്ട്. അതൊരു കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. എങ്ങനെയാണ് മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിരിക്കുന്നത്? ഒരു കിഡിലൻ ഫ്രീ കിക്ക് ഗോളും റോഡ്രിഗോക്ക് കൊടുത്ത ആ ഒരു അസിസ്റ്റും അത് ഗംഭീരമായിരുന്നു ഇന്നത്തെ ചങ്ങായിയുടെ പെർഫോമൻസ്. അതുപോലെ ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാൽ, അതേപോലെ അറ്റാക്കിംഗ് ആളുടെ ആ ഇന്നത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഗംഭീരമായിരുന്നു. റയൽ മഡ്രിഡിന് വേണ്ടിയിട്ട് റോഡ്രി ഗോൾ അടിച്ചിരിക്കുകയാണ്. വീണ്ടും ഗോളടിച്ച് ഫൈനലിലേക്കുള്ള ബർത്ത് കൂടി ഉറപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. 4-4-2 എന്ന ശൈലിയിലാണ് ഇന്ന് റയൽ മഡ്രിഡും അത്ലറ്റിക്കോ മഡ്രിഡും കളത്തിലിറങ്ങിയത്. അവിടെ സ്റ്റെർലോത്തും ജൂലിയൻ ആൽവാരസും ആയിരുന്നു സ്ട്രൈക്കർമാരുടെ ആ ഒരു റോളിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ വിനിയും ഗ്രാസിയായിരുന്നു. ഗ്രാസിക്ക് ഇന്ന് വലുതായിട്ടൊന്നും കഴിഞ്ഞ കളിയിൽ ഹാട്രിക് റയൽ മഡ്രിഡ് ഹാട്രിക് അടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കളിയിൽ വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതായത് സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. വിനിക്ക് സ്പെയിനിൽ മഡ്രിഡ് ഫാനുകൾ കൂക്കി വിളിക്കുകയാണെങ്കിൽ അങ്ങ് സൗദിയിൽ ജിദ്ദയിൽ വിനിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വിനി എന്നുള്ള ആ ഒരു ചാറ്റ് ചെയ്തിട്ടാണ് വിനിയെ അവർ സോങ് ചെയ്തത്. ആ സമയത്താണ് സിമിയോണി ആവശ്യമില്ലാത്ത പരിപാടി നിൽക്കുന്നത്. സിമിയോണിക്ക് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിലേ വിനിക്ക് കുറച്ച് ഭയം കൂടുതലാണ്. ആ വിനിയുടെ പോയിട്ട് നോണ്ടാൻ പോയാലോ, ചൊറിയാൻ പോയാലോ. വിനിയോട് പറയാണ് മറ്റാള് പ്രസിഡന്റ് നിന്നെ പൊടുത്ത് പുറത്തിടുമെന്ന്. നല്ല കാര്യമുണ്ടോ? 2-1 തോറ്റ് നിൽക്കുകയാണ്. വെറുതെ പ്രകോപിച്ച് ഒരു മഞ്ഞക്കാട് കിട്ടി. ആകെ ഈ കളിയിലെടുത്തൊരു മഞ്ഞക്കാടാ. റെഡ് കാർഡ് വരെ കിട്ടേണ്ട അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ വാൽവേർഡിനെ വലിച്ചിടുന്നതിന് ഒരു യെല്ലോ കാർഡ് ഒന്നും കൊടുത്തില്ല റഫറി. അതേപോലെ സെക്കൻഡ് ഹാഫിൽ അതേപോലെ യെല്ലോ കാർഡ് കിട്ടും. സിമിയോണിനെ ഹോൾഡ് ചെയ്തതിന് യെല്ലോ കാർഡ് കിട്ടേണ്ടതുണ്ടായിരുന്നു. അതേപോലെ റെഡ് കാർഡ് വരെ കിട്ടേണ്ട ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ റഫറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കറക്റ്റായിട്ടുള്ള ഡിസിഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. കളി തുടങ്ങി 2-ാം മിനിറ്റിൽ തന്നെ വാൽവേർഡിയുടെ ഗോൾ വന്നതോടുകൂടി അത്ലറ്റിക്കോ മഡ്രിഡ് അവരുടെ ആ ഒരു കളിയുണ്ടല്ലോ, ആ ഒരു ഡിഫൻസീവ് മൈൻഡിൽ കിട്ടുന്ന ബോൾ കൗണ്ടർ ചെയ്യുക, അങ്ങനെയുള്ള അതൊക്കെ ഒഴിവാക്കി ഒട്ടാങ്ങി സെറ്റ് പീസുകളും ആക്രമണങ്ങളും അതേപോലെ മിഡിലിടുന്ന കളിയും എല്ലാം റയലിനെതിരെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക, പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇഷ്ടം പോലെ ചാൻസുകളാണ് കിട്ടിയത്. ഓൺ ടാർജറ്റും ഓഫ് ടാർജറ്റായിട്ട് അടിച്ച് കളഞ്ഞ ബോളുകൾ. പക്ഷെ ഉഷന്റെ ഒരു കളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫിൽ തുടക്കം തന്നെ റോഡ്രിയിലൂടെ ഗോൾ വന്നു. അതിനുശേഷം കുറച്ച് നേരങ്ങൾക്ക് ശേഷം സെർലോസിന്റെ ഒരു കിഡിലെ ഹെഡിലൂടെ അവര് 2-1 എത്തുകയാണ്. പിന്നെയും ആക്രമണങ്ങൾ. അതിന്റെ ഇടയിൽ കുറെ അവസരങ്ങൾ റയൽ മഡ്രിഡിന് കിട്ടുന്നുണ്ടായിരുന്നു. ഒബ്ലാക്കിന്റെ കിഡിലെ സേവുകളും അതേപോലെ അത്ലറ്റിക്കോ മഡ്രിഡിന്റെ ഡിഫൻസും കാര്യമായിട്ട് പണിയെടുത്തുകൊണ്ട് 3-4 ഗോൾ വീണില്ല. ഇവിടെ അതിലേറെ അവസരങ്ങളായിരുന്നു. ഒരു ടാർജറ്റ് ഇല്ലാത്ത അടിയാണ്. എനിക്ക് തോന്നുന്നു 10ഓളം ഔട്ട് ഓഫ് ദ ടാർജറ്റിൽ വന്നിട്ടുണ്ട് ഈ സാധനങ്ങൾ അടിച്ചത്. അത്ലറ്റിക്കോ മഡ്രിഡിന്റെ പ്ലേയേഴ്സ് അടിച്ചു കളഞ്ഞത്. പിന്നെ കുറെ ഈ ബോൾ ഹോൾഡ് ചെയ്തിട്ട് കുറെ മിസ് പാസുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കറക്റ്റ് ടൈമിന് ഡിസിഷൻ എടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ അത്ലറ്റിക്കോ മഡ്രിഡ് ഇന്ന് റയലിനെതിരെ വിജയിക്കേണ്ട നല്ലൊരു ചാൻസ് ആയിരുന്നു. ചെർലോത്തിന്റെയൊക്കെ എണ്ണം പറഞ്ഞ ചാൻസുകളായിരുന്നു ഇന്ന് മിസ്സായത്. അതേപോലെ ഗോൾ പോസ്റ്റിന് മുമ്പിൽ നമ്മുടെ കോട്ടം ഉണ്ടാവുന്ന അടുത്തോളം കാലം റയലിന് ഇപ്പോ ധൈര്യമായിട്ട് നിൽക്കുക ഡിഫൻസോ അവന്റെ ഡിഫൻഡർമാർക്ക്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായിനെ കട്ടന്ന് ഉള്ളിലോട്ട് പോകാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. പിന്നെ പ്രത്യേകം എടുത്തു വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ റയൽ മഡ്രിഡിന്റെ കൂടെ കളിക്കുമ്പോൾ അതും ഇമാതിരി സെമി ഫൈനൽ മത്സരങ്ങളൊക്കെ അത്ലറ്റിക്കോ മഡ്രിഡിന് പണി തന്നെയാണ്. മറ്റുള്ള കഴിഞ്ഞ ലാലിഗ മത്സരത്തിൽ 5-2 ജയിച്ചിട്ട് വന്നതാണ്. പക്ഷെ ഇന്ന് അവർക്ക് ഫിനിഷിങ്ങിന്റെ ഭയങ്കരമായിട്ട് മിസ്സിംഗ് ഉണ്ടായിരുന്നു. അതേപോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലാണെങ്കിൽ ലാലിഗിൽ ഏറ്റവും ലക്കില്ലാത്ത ടീം എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്കോ മഡ്രിഡ് തന്നെയാണ്. 2 ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളാണ് പരാജയപ്പെട്ടത് സിമിയോണിയുടെ കീഴിൽ. 4 അതും 2 റയൽ മഡ്രിഡിന്റെ കൂടെ 4 രണ്ടും ഇവരെ പരാജയപ്പെടുത്തി റയൽ മഡ്രിഡ് 2 കപ്പടിച്ചിട്ടുണ്ട്.
അതേപോലെ സെമി ഫൈനൽ, അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ റയൽ മാഡ്രിഡ് ആയിട്ട് എവിടെ വലിയ മത്സരങ്ങൾ വന്നോ ഇവർ അവിടെ അടിയറ വെച്ചിരിക്കും. പക്ഷെ ഇന്ന് അനുസ്മരിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് ഇവരെടുത്ത്. അത്ലറ്റികോ മാഡ്രിഡ് കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഫിനിഷിങ്ങിന്റെ പ്രശ്നങ്ങളും അതുപോലെ കോർട്ടുവേയും ഡിഫൻസും, റയൽ മാഡ്രിഡ് ഡിഫൻസും അത്യാവശ്യം നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ടായിരുന്നു. കളിയെക്കുറിച്ച് വിശദമായിട്ട് പറയാനില്ല. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ ഈ ഞായറാഴ്ച എൽ ക്ലാസിക്കോ നടക്കാൻ പോകണം, ബാഴ്സലോണ വിസസ് റയൽ മാഡ്രിഡ്. നമ്മുടെയൊക്കെ ആഗ്രഹം പോലെ അതന്നെ ആയിരുന്നു അല്ലേ? എന്താന്ന് പറഞ്ഞാൽ ഒരു എൽ ക്ലാസിക്കോ കൂടി കാണാൻ പറ്റാതെ ആര് ജയിച്ചു തോറ്റെന്നുള്ള കാര്യമല്ല. എന്തായാലും ഫാൻ ബേസ് ആയി നോക്കുമ്പോൾ ബാഴ്സലോണ ഫാൻസ് അവര് ബാഴ്സ ജയിക്കണം തന്നെ ആഗ്രഹിക്കുക, റയൽ ഫാൻസ് റയൽ അവർ ജയിക്കണം ആഗ്രഹിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞായറാഴ്ച ഒരു തീപ്പൊരി പോരാട്ടത്തിനാണ് സൗദി അറേബ്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അപ്പോൾ സൗദിയിലുള്ളവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ അവർ കഴിഞ്ഞ സീസണിലും എൽ ക്ലാസിക്കോ കാണാൻ പറ്റി, ഈ സീസണിലും കാണാൻ പറ്റി. തുടർച്ചയായിട്ട് ഇങ്ങനെ എൽ ക്ലാസിക്കോ ഫൈനലുകൾ റയൽ മാഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൗദിയിലുള്ളവർക്ക് എന്തായാലും ചെറിയ പ്രൈസിക്ക് ടിക്കറ്റ് എടുത്ത് കളി കാണാനും നമ്മുടെ പ്ലേയേഴ്സിനൊക്കെ അടുത്ത് കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. അതേപോലെ ലോകം ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ്. ഫുട്ബോൾ ലോകം രണ്ടായിട്ട്, ലോകം ഉണ്ടെങ്കിൽ രണ്ടായിട്ട് വിഭജിക്കുന്ന രണ്ട് ചേരികളായി നിൽക്കുന്നത്. അത് ഏത് ഫാൻസ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് പ്രീമിയർ ഫാൻസിൽ, ആഴ്സണലിന്റെയോ ലിവർപൂളിന്റെ ഏത് ഫാൻസ് ആയിക്കോട്ടെ, ഈ ഒരു കളി വരുമ്പോൾ ബാഴ്സലോണയെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടാവും, അതേപോലെ തന്നെ റയൽ മാഡ്രിഡ് സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ എന്തായാലും ഹാപ്പിയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഞായറാഴ്ച കഴിഞ്ഞാലാണ് ഇനി ഒരു ഫാൻസുകാർ സങ്കടത്തിലും ഒരു ഫാൻസുകാർ സന്തോഷത്തിലും ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യത്തെ കടങ്ങൾ വീട്ടാൻ ഒരുപാട് റയൽ മാഡ്രിഡ് ഉണ്ട്. അവസാന എൽ ക്ലാസിക്കോയിൽ പരാജയപ്പെട്ടതിന്റെ കടം വീട്ടാൻ ബാഴ്സലോണയ്ക്കുണ്ട്. അപ്പൊ എന്തായാലും കൈ മെയ് മറന്നുള്ള മത്സരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഫാബ്രിയാസോ റൊമാനോ റിപ്പോർട്ട് ചെയ്ത പോലെ എംബാപ്പെ 24 മണിക്കൂറിനുള്ളിൽ സൗദിയിലെത്തും, ഫാസ്റ്റ് റിക്കവറി നടത്തിയിട്ട് ഫൈനലിൽ എംബാപ്പെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് വിനിക്കും ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ല, അതേപോലെ തന്നെ ഗ്രാസിയ ഇറങ്ങിയ ചങ്ങായിക്കും ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എംബാപ്പെ വേണമെന്നുള്ള കാര്യം സാവിക്ക് നിർബന്ധമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫൈനലാണ്, മാച്ച് ഒരു ട്രോഫി കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കില്ല, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എംബാപ്പെ റെസ്റ്റ് എടുത്തോട്ടെ എന്നുള്ള കാര്യത്തിലായിരിക്കും ഇപ്പോൾ സാവി ഉണ്ടാവുക. അപ്പൊ എന്തായാലും സാവിക്ക് ഈ ഒരു മത്സരത്തിൽ കിരീടം നേടുക എന്നുള്ള കാര്യത്തിൽ ആൾക്ക് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് ആൾക്ക് ക്ലബിന് വേണ്ടിയിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫസ്റ്റ് അവസരമാണ്. പക്ഷെ ഹാൻസി ഫ്ലിക്കാണ് ഈ സൈഡിലുള്ള കോച്ച്. ആൾ ഇതുവരെ ഒരു ഫൈനലിലും പരാജയപ്പെട്ടിട്ടുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അതിലെന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. സ്റ്റാറ്റസിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇന്നത്തെ കളിയെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടുന്നതായിരിക്കും. 21 ഷോട്ടുകളാണ് അത്ലറ്റികോ മാഡ്രിഡ് റയൽ മാഡ്രിഡിനെതിരെ എടുത്തത്. അതിൽ 6 എണ്ണമാണ് ഓൺ ടാർഗറ്റ് വന്നത്. റയൽ മാഡ്രിഡ് ആയിക്കോട്ടെ 8 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്, അതിൽ 4 എണ്ണം മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കളി എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡ് എന്താണ് കളിക്കേണ്ടത് ആ കളി അത്ലറ്റികോ മാഡ്രിഡും കളിച്ചു. അത്ലറ്റികോ മാഡ്രിഡ് കളിക്കുന്ന കളി റയൽ മാഡ്രിഡും കളിച്ചിരിക്കുക. എന്താ പറയുക, തുടക്കം 2-ാം മിനിറ്റിനുള്ളിൽ തന്നെ ഫസ്റ്റ് ഗോൾ അത്ലറ്റികോ മാഡ്രിഡ് വീണപ്പോൾ 90 മിനിറ്റാണ്, എക്സ്ട്രാ ടൈം ഇല്ല, ഡയറക്റ്റ് പെനാൽറ്റിയിലോട്ടോ പോകുന്നത്. അപ്പൊ അവർക്ക് എന്തായാലും ഗോൾ അടിച്ചേ പറ്റൂ. ആ അടിക്കുന്ന ശ്രമത്തിനിടയിലാണ് കൗണ്ടർ കിട്ടിയ, കൗണ്ടറിലൂടെ ഒരു സിമ്പിൾ ആയിട്ടൊരു ഗോള് റോഡ്രി അടിക്കുന്നത്. റോഡ്രിഗോ ആ ഗോൾ അടിച്ചതോട് കൂടിയിട്ട് കളി 2 ഗോളായപ്പോ പിന്നെ വേറെ രക്ഷയൊന്നുമില്ല. കൈമൈ മറന്നാട് ഇറങ്ങി സബ്സ്റ്റിറ്റ്യൂട്ടുകളും കാര്യങ്ങളും 2 ടീമുകളും 5 സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോ 51% പൊസിഷൻ അത്ലറ്റികോ മാഡ്രിഡിന്റെ ഉണ്ടായിരുന്നത്, 49% റയൽ മാഡ്രിഡ് ഉണ്ടായിരുന്നു. 476 പാസുകൾ അത്ലറ്റികോ മാഡ്രിഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 447 പാസുകളാണ് റയൽ മാഡ്രിഡ് കംപ്ലീറ്റ് ചെയ്ത്. 90% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നത് അത്ലറ്റികോ മാഡ്രിഡിനാണ്. 87% പാസിംഗ് അക്യുറസി മാത്രമാണ് റയൽ മാഡ്രിഡിന്റെ ഉണ്ടായിരുന്നത്. 7 ഫൗളുകൾ 2 ടീമുകളും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെല്ലോ കാർഡ് റയൽ മാഡ്രിഡിന് ഒരു യെല്ലോ കാർഡ് ഉണ്ട്, അത്ലറ്റികോ മാഡ്രിഡിന്റെ കോച്ചിന് ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്, സിമിയോണിക്ക്. അതാണ് ആദ്യം യെല്ലോ കാർഡ് കിട്ടുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ കോർണേഴ്സിന്റെ കാര്യമാണ്. 9 കോർണേഴ്സ് വിൻ ചെയ്തിട്ട് സ്റ്റെർലോത്തിനെ പോലെയുള്ള ഒരു പ്ലെയർ ഉണ്ടായിട്ടും അവർക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യമാണ്. ഒറ്റ ഗോളിൽ അവസാനിച്ചു, അതും ഷെർലോത്തിന്റെയാണ് ഗോൾ അടിച്ചത്. കളി അവസാനിക്കുന്ന സമയത്ത് ഗ്രേസ്മാന്റെ ഒരു കിഡിലൻ ബൈസൈക്കിൾ കിക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം അവസാന നിമിഷത്തിൽ 90+ മിനിറ്റുകൾ കഴിയാനായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഊലിയാൻ ആൽവാരസിന് ഒരു കിഡിലൻ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് പോസ്റ്റിന്റെ സൈഡിലൂടെ പോയത്. പക്ഷെ ഗ്രേസ്മാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡൈവ് ചെയ്ത് അല്ലെങ്കിൽ കാലൊന്ന് എടുത്തു വെച്ചാൽ തന്നെ അത് പോസ്റ്റിനുള്ളിൽ കയറുന്ന ബോളായിരുന്നു. അതേപോലെ 2 ടീമുകൾക്കും കിടലിന് അവസരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ എന്തായാലും നമുക്ക് ആഗ്രഹിച്ചത് എൽ ക്ലാസിക്കോ ആണ്, അത് വിധിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഹാപ്പിയാണ്, കണ്ടിരിക്കാം. അപ്പൊ ഇന്നത്തെ ഒരു നല്ല കളി തന്നെ കണ്ടത്, കാണാൻ പറ്റിയത് സന്തോഷം തന്നെയാണ്. അറ്റാക്കിംഗ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 21 ഷോട്ടുകൾ എടുത്തപ്പോൾ 6 എണ്ണം ഓൺ ടാർഗറ്റിലേക്കും 10 എണ്ണം ഓഫ് ടാർഗറ്റിലേക്കാണ് അടിച്ചു കളഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, തെലങ്കും ഇല്ലാത്ത അടിയായിരുന്നു.
അവിടെ കോർട്ടുമാണ് ഗോൾ കീപ്പർ എന്നുള്ള കാര്യം മറന്നിട്ട് ഇത് ഗോൾ പോസ്റ്റിന്റെ പുറത്തുകൂടെ അടിച്ചു കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനത്തെ 10 ഷോട്ടുകളാണ് വന്നത്. റയൽ മാഡ്രിഡ് ആയിക്കോട്ടെ 3 ഓഫ് ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളത്. ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് 5 എണ്ണം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ബ്ലോക്ക് ചെയ്തപ്പോൾ റയൽ മാഡ്രിഡിന്റെ ഒരു ഷോട്ട് മാത്രമാണ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്ക് അടുത്തത് ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ ടാക്കിലുകൾ വിൻ ചെയ്തിട്ടുള്ളത് 19 എണ്ണം വിൻ ചെയ്തിട്ടുണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് 79%. അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ 10 എണ്ണം വിൻ ചെയ്തിട്ട് റയൽ മാഡ്രിഡ് 90% ഉള്ളത്. കീപ് സേവ്സ് നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് 2 സേവ് ചെയ്തിട്ടുണ്ട്, അവിടെ 4 സേവ് കോർട്ടോ എടുത്തിട്ടുണ്ട്. ക്ലിയറൻസ് ആകുമ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് 25 ക്ലിയറൻസ് കമ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ 33 ക്ലിയറൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഇന്റർസെപ്ഷൻ നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് 7ഉം അവിടെ 6ഉം ആണ്. ബ്ലോക്സ് ഉള്ളത് 2 എണ്ണമാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഭാഗത്തുണ്ടായത്, അവിടെ 6 ബ്ലോക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഷോട്ടുകളുടെ ഇത് ഒന്ന് ഡിഫൻസ് റയൽ മാഡ്രിഡ് ഡിഫൻസിന്റെ ആയിരുന്നു, അതേപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഒന്നുമില്ലാത്ത അടി തന്നെയാണ്. അപ്പോൾ എന്തായാലും യെല്ലോ കാർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയല്ലോ, 7 ഫൗള് 2 ടീമും ചെയ്തിട്ടുണ്ട്, യെല്ലോ കാർഡുകളൊന്നും മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ കളിയിൽ നടന്ന സംഭവങ്ങൾ. അപ്പൊ എന്തായാലും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫൈനലിലേക്കാണ്. ഫൈനലില് 11 മണിക്കാണ്, ഇന്ത്യൻ സമയം 12:30, തിങ്കളാഴ്ച പുലർച്ചെയാണ് മത്സരം നടക്കാൻ പോകുന്നത്. റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് വാൾവേർഡിയും ഷോമിനിയും അതേപോലെ കാമവിംഗിയും അതേപോലെ റോഡ്രിഗോയും എല്ലാവരും നല്ല ഗംഭീര പെർഫോമൻസ് നടത്തിയിട്ട്, അതേപോലെ അത്ലറ്റിക്കോ മാഡ്രിഡ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സിമിയോണിന്റെ കാര്യം ഒരു രക്ഷയില്ല. എമ്മാതിരി പെർഫോമൻസ്, മരിച്ച് കളിക്കാന്നറിയില്ല അങ്ങനത്തെ പെർഫോമൻസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ആൾക്ക് 2-3 കിട്ടുന്ന അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ മുതലാക്കാൻ പറ്റിയില്ല. അതേപോലെ തന്നെ ബിയാനി നല്ല രീതിക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊക്കയുടെ കാര്യമാണെങ്കിൽ ഓക്കെ. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം ജൂലിയൻ ആൽവാരസിന്റെ ഒരു കാര്യമാണ്. അടിപൊളി സ്ട്രൈക്കറാണ്, പ്ലേ മേക്കറാണ്, എല്ലാ കാര്യം കൊണ്ടും ഓക്കെയാണ്. പക്ഷെ ആള് വന്ന് പെടേണ്ട സ്ഥലം ഇതായിരുന്നില്ല. ഏതെങ്കിലും ഒരു വലിയ ക്ലബിൽ പോയി കളിക്കായിരുന്നെങ്കിൽ ആൾക്ക് ഇപ്പോൾ ആള് എല്ലാം നേടിയിട്ടുണ്ട്. കോപ്പ അമേരിക്ക, വേൾഡ് കപ്പ്, അങ്ങനെ ഒരുപാട് ട്രോഫികൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും എല്ലാ ട്രോഫികളും നേടിയിട്ടുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയിട്ട് ഒരു ട്രോഫികൾ ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വന്നിട്ടും ആളുടെ പെർഫോമൻസിന് ഒത്ത ഒരു ക്ലബ്ബല്ല അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നാണ് എൻ്റെ ഒരു ഇത്. ആള് റയൽ മാഡ്രിഡോ ബാഴ്സലോണയോ പോയിട്ട് ക്ലബ്ബിൽ കളിക്കേണ്ട ഒരു പ്ലെയറാണ്. എന്തായാലും ഇനി വരുന്ന ട്രാൻസ്ഫറിൽ ബാഴ്സയിലേക്ക് വരുന്നുള്ള റൂമറൊക്കെ ഉണ്ട്. ബാഴ്സലോയുടെ കയ്യിൽ അത്രമാത്രം പൈസ ഒന്നും ഇല്ലെന്ന് എനിക്കും അറിയാം, ബാഴ്സ ആരാധകരായ നിങ്ങൾക്കും അറിയായിരിക്കും. അപ്പൊ എന്തായാലും അത് എത്രത്തോളം നടക്കുന്നുള്ള കാര്യമൊന്നും ഉറപ്പില്ല. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. എന്തായാലും റയലും ബാഴ്സയും ഇനി ഒരുക്കി തന്നെയാണ്. എന്താ പറഞ്ഞാൽ എല്ലാ പ്ലേയേഴ്സും അവൈലബിൾ ആണ്, ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും പറയുന്നത്. കുറച്ച് പേർക്ക് പരിക്കുണ്ടെന്നുള്ള കാര്യമൊക്കെ ആക്കുകയാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ എൽക്കാസിക്ക് പോലെ എല്ലാ പ്ലെയർ അവിടെ എംബാപ്പയും വിനീഷ്യസും റോഡ്രിഗോയും എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ റഫീനി, എമാനും, റാഷ്ഫോർഡും ലെവനോസ്കി എല്ലാവരും അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും തീപ്പാറിയ ഒരു പോരാട്ടമാണ്. ഇനി മുട്ടുകായങ്ങളൊന്നും പറയരുത് ഞങ്ങളുടെ ടീമിന് പരിക്കായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു എന്നുള്ള ആ ഒരു ഇതൊന്നും വരണ്ട. ഫൈനലിൽ വിജയിക്കാൻ കഴിയുകയാണെങ്കിൽ അവർക്ക് ഈ സീസണിൽ ലാലീഗ് എടുക്കാനുള്ള ചാൻസ് കൂടിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അതാണ് ഇതുവരെ നടന്നിട്ടുള്ള കുറെ ചരിത്രങ്ങളൊക്കെ അങ്ങനെയാണ്. ഈ സ്പാനിഷ് സൂപ്പർ കപ്പ് എടുത്തവർ ആ സീസണിൽ ലാലീഗും തൂക്കിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.